അപ്പോൾ ലാലേട്ടനായിട്ടുള്ളൊരു ക്ലാഷാണ്. ക്ലാഷ് വെച്ചു അല്ലേ? 29-ാം തീയതി ആയിരുന്നു. പക്ഷേ ലാലേട്ടന് ക്ലാഷ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് 4-ാം തീയതിയിലേക്ക് മാറ്റി. എന്തായാലും ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതാണ് നിങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നൊരു കാര്യം അല്ലേ? ഒരു ഗ്യാരണ്ടി ഇല്ല. ആകെയുള്ള ഗ്യാരണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. റോംകോം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. നമ്മൾ പല പ്ലാനുകളും ഇട്ടിട്ട് അത് വർക്കാവാതെ അവസാനം ഏതെങ്കിലും ഒരെണ്ണം ലോക്കാവും. അതാണ് ഞങ്ങളുടെ ഓൺ OTT റിലീസ്. നിങ്ങൾ ടിക്കറ്റ് വാട്സപ്പിൽ എടുത്താൽ മതി, ഇതിനു വേണ്ടി വേറെ ഒരിടത്തേക്കും കയറണ്ട എന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചു. വലിയ സംഭവങ്ങളായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട, ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്യുന്ന നല്ലൊരു സിനിമ ലാലേട്ടനാണ്. റിലീസ് ശേഷം എന്ത് എന്നെ കുറിച്ച് എനിക്കറിയില്ല, യദുവിനെ കുറിച്ച് ഞാൻ പറയും. പുള്ളി പറഞ്ഞ ആന്റണി പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ആന്റണി മീൻസ് ലീഡ് റോളല്ല. ആ മൊമെന്റ് എന്ന് വെച്ചാൽ ആ ഫ്ലാറ്റിന്റെ മുകളിൽ നിലത്തേക്ക് ചാടണോ അത് പുള്ളിനെ പിടിച്ചിരിക്കണോ? ഞാനൊരു 250 ഓഡിഷൻ അറ്റൻഡ് ചെയ്ത ഒരാളാണ്. സോ എനിക്ക് അതിൻ്റെ ഒരു പെയിൻ അറിയാം. 40 ദിവസം എടുത്ത് ഞങ്ങൾ ഇതിന്റെ ഫസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി. എൻ്റെ ഫസ്റ്റ് ലീഡ് റോൾ ആയതുകൊണ്ടും എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ സിനിമ ഉണ്ട്. പടം പൊട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് സാധാരണ തിയേറ്ററിൽ ഇറക്കുന്നവരോട് ചോദിക്കേണ്ടത്. ഞങ്ങൾ പൊട്ടി നിൽക്കുന്നവരാണ്. ഇനി വിജയിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം തരാം. ആർക്കെങ്കിലും സ്വന്തമായിട്ട് ഈ അവസ്ഥയിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഓൺ OTT റിലീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും? ഇല്ല. അത് വേറെ എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇല്ല, തോൽക്കില്ല എന്ന് ഉറപ്പിച്ച് നമ്മൾ ചെയ്ത പരിപാടിയാണ്. ബ്രോ എന്താണ് അവസ്ഥ? ചായ കുടിച്ചോ? യെസ്, ഫ്രഷ് ആണല്ലേ? ഫ്രഷാണ്. ഞാൻ ഇതിൻ്റെ ടീസർ കണ്ടപ്പം, നിങ്ങളുടെ ഉയരൂരെ സിനിമയുടെ ടീസർ കണ്ടപ്പം എനിക്ക് ഫസ്റ്റ് അത് കണ്ട മൊമെൻറ്റിൽ എനിക്ക് ചോദിക്കാൻ ചോദിച്ചത് എവിടുന്ന് കിട്ടി ഈ ധൈര്യം? നമ്മളെ തിലകൻ ചോദിക്കുന്ന പോലെ എവിടുന്ന് കിട്ടി മോനെ ഈ ധൈര്യം? അതാണ് എനിക്ക് ഫസ്റ്റ് ചോദിക്കുന്നത്. കാരണം ഒരു സിനിമ അത്രയും ലെവൽ നിങ്ങൾ എടുത്തു വെച്ചു. നമ്മൾ ഫസ്റ്റ് ഒരു പടം കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് പുതുമുക്കാരുടെ പടങ്ങളായിരിക്കാം, അപ്പോൾ അതിൻ്റെ ഒരു മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണാനൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല എടുത്തു വെച്ചത്. നിങ്ങൾ പക്ക ഒരു സിനിമ. നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം കിട്ടി? സാഹചര്യം അതല്ല, നമ്മൾ പടം എടുത്തു കഴിഞ്ഞാൽ മാക്സിമം കഥ എന്താണോ അത് പറയാൻ ശ്രമിച്ചു. അപ്പം കഥയ്ക്ക് എന്താണോ വേണ്ടത് അത് പറയാൻ മാക്സിമം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി വന്നേക്കുന്നത്. എന്നാൽ അത് നമ്മളൊരു ബഡ്ജറ്റ് സർക്കിൾ വരച്ചു. ആ ബഡ്ജറ്റ് സർക്കിളിന്റെ അകത്ത് നിന്ന് പറയാനാണ് ശ്രമിച്ചേക്കുന്നത്. അപ്പം അല്ലെങ്കിൽ അതിന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പടം പൂർത്തീകരിക്കാൻ പറ്റൂലായിരുന്നു. ഒരുപാട് പടം നമ്മൾ അറിയാതെ തന്നെ നിന്ന് പോയേക്കുന്ന പടങ്ങളുണ്ട്, ഇറങ്ങാത്ത പടങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമായിട്ട് പോകുമായിരുന്നു. അപ്പം നമ്മൾ തന്നെയാണ് പ്രൊഡക്ഷൻ. അപ്പം ഇത് തീർക്കണമെങ്കിൽ നമ്മൾ എന്താ പറയുക, ആ ബഡ്ജറ്റ് സർക്കിളിൽ നിന്ന് കളിക്കണം എന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാരണവശാലും അതിന്റെ പുറത്തേക്ക് പോകാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചു. പക്ഷെ ഇടയ്ക്കൊക്കെ പുറത്തു പോകും, നമ്മുടേതല്ലാത്ത പല പല കാരണങ്ങൾ കൊണ്ട്. അതാണ് സിനിമ. പക്ഷെ അതിന്റെ അകത്ത് നിന്ന് പ്ലേ ചെയ്തതിന്റെ ഒരു റിസൾട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞല്ലോ ഈ പടങ്ങൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്, അത് തീർക്കണം എന്നുള്ള സംഭവം നിങ്ങൾ പറഞ്ഞല്ലോ. ഇത്രയും പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, പലപ്പോഴും മറ്റേ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ബജറ്റ് കാണിച്ചിട്ട് ഇത്ര പടത്തിന് ഇത്ര കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇത്ര സിനിമകൾ, 100 സിനിമകൾ ഇറങ്ങുന്നു, നിസ്സാരമായിട്ടുള്ള പടങ്ങൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ. ആ സമയത്താണ് നിങ്ങൾ ഈ റിസ്ക് എടുക്കുന്നത്. അതും നമ്മൾ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ബജറ്റിൽ നിൽക്കണം, അതിങ്ങനെ കയറി പോകും. ചിലപ്പം പോസ്റ്റ് പ്രൊഡക്ഷനിലായിരിക്കും നമുക്കൊരു വള്ളി കിട്ടുക. അപ്പോൾ ഇതൊക്കെ തരണം ചെയ്യാൻ നിങ്ങളൊരു പ്ലാൻ ഉണ്ടായിരുന്നോ? അതെയോ നിങ്ങൾ നമുക്ക് ആ സിനിമയോടുള്ള പാഷൻ കാരണം നിങ്ങളങ്ങ് പോയതാണോ? അല്ല, സിനിമയിൽ നമുക്ക് ഒരിക്കലും ഒരു പ്ലാനും വർക്കാവില്ല. നമ്മൾ പല പ്ലാനുകളും ഇട്ടിട്ട് അത് വർക്കാവാതെ അവസാനം ഏതെങ്കിലും ഒരെണ്ണം ലോക്കാവും. അതാണ് ഞങ്ങളുടെ ഓൺ OTT റിലീസ്. കാര്യം ആർക്കെങ്കിലും സ്വന്തമായിട്ട് ഈ അവസ്ഥയിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഓൺ OTT റിലീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുമോ? ഇല്ല. അത് വേറെ എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇല്ല, തോൽക്കില്ല എന്ന് ഉറപ്പിച്ച് നമ്മൾ ചെയ്ത പരിപാടിയാണ്. അപ്പം അതല്ലാതെ അതിനകത്ത് വേറെ ഒരു പ്ലാനും ഇല്ല. ആരും ചിന്തിക്കില്ല ആ ഒരു സംഭവം. ഇത് പടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് കാണിക്കേണ്ടതെന്നുള്ള സാധനം വരുമ്പോഴാണ് നമ്മളത് ചിന്തിക്കുക അല്ലേ? ഇത്രയും വലിയൊരു പ്രശ്നം ഇതിൻ്റെ പുറകെ ഉണ്ടെന്നുള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ അങ്ങനെ ഒരു ആപ്പ്, ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ വെബ്സൈറ്റ്, എങ്ങനെയാണ്? വെബ്സൈറ്റാണ്. അപ്പോൾ വെബ്സൈറ്റ് നിങ്ങളത് ഒരു OTT പ്ലാറ്റ്ഫോം പോലെ ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാനുള്ളൊരു സ്ട്രഗിൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. അത് ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ അതിലേക്ക് ആളുകൾ നമ്മളൊരു വർക്ക് ചെയ്ത് കൊടുത്തു, ഒരു പടം ഉണ്ടാക്കി, അതിൻ്റെ കൂട്ടത്തിൽ ഒരു പടത്തിന് പ്രൊഡ്യൂസർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, പിന്നെ അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടി ഒരു ചാറ്റ് ബോർഡ് നിങ്ങൾ ഉണ്ടാക്കി അല്ലേ? ഓക്കെ, അത് ഇത്രേ ഉള്ളൂ ബ്രോ. ഞങ്ങളൊരു വെബ്സൈറ്റ്, നമ്മൾ ആദ്യമേ ആപ്പ് വേണ്ട എന്ന് തീരുമാനിച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചെയ്യാൻ മടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നു. അപ്പം വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞാലും മടിയാണ്. അപ്പം അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണ്? വാട്സപ്പ് ആണ്. ആ വാട്സപ്പിലേക്ക് നമ്മൾ ടിക്കറ്റ് എത്തിച്ചു. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്.
ഓക്കെ, നിങ്ങൾ ടിക്കറ്റ് വാട്സപ്പിൽ എടുത്താൽ മതി, ഇതിനു വേണ്ടി വേറെ ഒരിടത്തേക്കും കയറണ്ട എന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചു. ഇനി വാട്സപ്പിൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് നമ്മുടെ സ്ട്രീമിംഗ് ഡേറ്റിൽ കൃത്യമായിട്ട് വാട്സപ്പിൽ തന്നെ സ്ട്രീമിംഗ് ലിങ്കും പാസ്വേഡും ചെല്ലും. അത് നമ്മുടെ വെബ്സൈറ്റിൽ കയറുക, ആ വാട്സപ്പിൽ നിന്ന് തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് ലോഗിൻ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക, അവിടെ കാണാം. മാക്സിമം എത്ര സിമ്പിൾ ആക്കാൻ പറ്റുമോ അത്രയും സ്റ്റെപ്സ് നമ്മൾ കട്ട് ഓഫ് ചെയ്തു. അതാണ് സംഭവിച്ചത്. ഇപ്പൊ ബുക്കിംഗ് ഉണ്ട്, ബുക്കിംഗ് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആദ്യമേ 19 rupees ആയിരുന്നു വെച്ചിരുന്നത്. അതിന്റെ അകത്ത് പ്ലസ് GST വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 19 എടുത്ത് 18% GST വരുമ്പോഴത്തേക്കും ഏതാണ്ട് 22 രൂപ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും അത് ഡ്രോപ്പ് ഓഫ് ആവും, ആൾക്കാർ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തുടങ്ങി. 19+ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരമാണ് നമ്മളത് 29 മാറ്റി, ഇൻക്ലൂഡിങ് GST. അപ്പം ആൾക്കാർ അത് എടുക്കുന്നുണ്ട്. അപ്പം ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. കാര്യം 19 പറഞ്ഞിട്ട് നിങ്ങൾ 22 വരുമ്പോഴത്തേക്കും അതിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു സാധനം. അപ്പം നമുക്ക് അതിന്റെ ഡാറ്റ കിട്ടുന്നുണ്ടായിരുന്നു ഓരോ ദിവസം. അപ്പം ഡ്രോപ്പ് ഓഫ് വന്നപ്പോൾ നമ്മളത് 29 പിടിച്ച് ഇൻക്ലൂഡിങ് GST ആക്കി. അപ്പോൾ ഈ ഒരു ഓണം സീസണിലാണ് നിങ്ങൾ ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ റിലീസാകുന്നുണ്ട്. ഈവൻ ലാലേട്ടൻ്റെ പടം, അതേപോലെ തന്നെ ലോക പോലെ സിനിമകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നിങ്ങളിത് പ്ലേസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനൊരു പോസിറ്റീവ് സൈഡ് എങ്ങനെയാണ് അത് കാണുന്നത്? മീൻസ് ആ ഒരു പടങ്ങളുടെ ഒപ്പം നിങ്ങളൊരു പടം വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഒരു ധൈര്യത്തോടുകൂടി നിങ്ങൾ എടുക്കാനുള്ള റീസൺ എന്താണ്? ക്ലാഷ് വെച്ചു അല്ലേ? ക്ലാഷ് വെച്ചു. ലാലേട്ടൻ ക്ലാഷ്. അപ്പോൾ ലാലേട്ടനായിട്ടുള്ളൊരു ക്ലാഷാണ്. ഞങ്ങൾ ഇല്ല 29-ാം തീയതി ആയിരുന്നു, പിന്നെ ഞങ്ങൾ ലാലേട്ടന് ക്ലാഷ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് 4-ാം തീയതിയിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ എല്ലാവരും 4-ാം തീയതിയാണ് പടത്തിൻ്റെ റിലീസ്, OTT റിലീസ്. അപ്പോൾ അത് കറക്റ്റായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ഈ പടം തുടങ്ങിയ സമയം തൊട്ട് ഇന്ന് വരെ ഞാൻ ഒരു മരച്ച മൊമെന്റ്. എനിക്ക് പ്രത്യേകിച്ച് വേറെ സാധനമൊന്നുമില്ല. അത് യദു പറയുന്നതായിരിക്കും കൃത്യമായിട്ട്. ഞാൻ യദുവിന്റെ ആ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നൊക്കെ. അതൊക്കെ ശരിക്കുള്ള കേട്ടോ, പുള്ളി ശരിക്കും അങ്ങനെയൊക്കെ പോയി. അല്ല, എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിം തീർക്കാൻ തന്നെ നമ്മൾ ഒരുത്തം വരുമ്പോൾ അടുത്ത വരില്ല, അല്ലെങ്കിൽ പൈസ പ്രശ്നം. പക്ഷേ ഫിലിമിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. യദു എങ്ങനെയാണ് ഈ പടത്തിലേക്ക് വന്നത്? ഈ പടത്തിലേക്ക് വരുന്നതിന്റെ എഡിറ്റർ അക്ബർ പറഞ്ഞ പുള്ളി, അവൻ AD ആയിരുന്നു. അവൻ എന്നെ എഡിറ്ററാണ്. ഓക്കെ, അത് നല്ലൊരു കോംബോയാണ്. ഞാനൊരു അവസ്ഥയിലേക്ക് സമയത്ത് അവനെ വിളിച്ചു. സിനിമയാണ് പാഷൻ, വേറെ ഒന്നിലേക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ജോലി ഉണ്ടായിരുന്നു, നിർത്തിയിട്ടാണ് ഞാൻ ഡിസൈനിങ് സെന്ററിൽ. ദെൻ ഇവൻ എന്നെ വിളിച്ചു, ഒരു ഓഡീഷൻ ഉണ്ട്, വന്ന് നോക്കുമെന്ന് പറഞ്ഞു. എനിക്കെപ്പോഴും ഹോപ്പൊന്നുമില്ല. അപ്പം ഞാൻ എന്തെങ്കിലും ആവട്ടെ വെച്ചിട്ട് എറണാകുളത്തേക്ക് വന്നു, ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു ആദ്യം. നെക്സ്റ്റ് ഡേ എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു എറണാകുളത്തേക്ക് വരാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്താ സംഭവം മനസ്സിലായില്ല. വന്നു, എന്നിട്ട് സ്ക്രിപ്റ്റ് വന്നു, മൊത്തം വായിക്കാൻ പറഞ്ഞു. ഞാൻ മൊത്തം വായിച്ചു നോക്കിയപ്പോൾ എങ്ങനെയുണ്ട് അഭിപ്രായം ചോദിച്ചു. ഞാൻ കുഴപ്പമില്ല, പുതുമുഖ ആൾക്കാർ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ രസമായിരിക്കും ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ക്യൂരിയോസിറ്റി, ഏത് കഥാപാത്രമായിരിക്കും ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു ആൻ്റണി പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട്, അത് ചെയ്തു പറഞ്ഞു. ഞാൻ ആൻ്റണി മീൻസ് ലീഡ് റോളല്ല. അപ്പം ഞാൻ ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് മനസ്സിലായില്ല. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ആ മൊമെന്റ് എന്ന് വെച്ചാൽ ആ ഫ്ലാറ്റിന്റെ മുകളിൽ നിലത്തേക്ക് എടുത്ത് ചാടണോ, അത് പുള്ളിനെ പിടിച്ചിരിക്കണോ, ഭയങ്കര കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിളിക്കുമ്പോഴും നമ്മളൊരു വലിയ സിനിമ അപ്പോഴും ചിലപ്പോൾ അവനെ സംശയം കാണും, ഉമ്മറുടെ കൂടെ ചെയ്യണോ, അതോ വേറെ നല്ല പടത്തിൽ പോയി നല്ലൊരു ക്രൂവിന്റെ കൂടെ ചെയ്യണോ. പക്ഷെ ആദ്യത്തെ പടം തന്നെ കൊണ്ടുപോയി തലവെക്കണല്ലോ. അല്ല, ഒരു നായകനായിട്ട് ഫസ്റ്റ് പടം തന്നെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രഷറാണ് അത്. പിന്നെ അതിനുവേണ്ടി കുറച്ച് വെയിറ്റ് ലോസ് ചെയ്യേണ്ടി വന്നു. അതൊക്കെ പക്ക കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഒരുപാട് പഠിച്ചു ഈ ഒരു സിനിമയിൽ നിന്ന്. പക്ഷെ യദുവിനെ കുറിച്ച് പറയുമ്പോൾ യദു ഇല്ലായിരുന്നെങ്കിൽ, അതായത് പലപ്പോഴും ഒരു സിനിമ തീർന്നു കഴിഞ്ഞ്, ഇപ്പം നമ്മളെ ആൾക്കാരിലേക്ക് എത്തിയത് ഞങ്ങൾ സിനിമ തീർന്നു കഴിഞ്ഞിട്ടല്ല, ഞങ്ങളുടെ ആ ഒരു റീല് വന്നപ്പോഴാണ് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിയത്. അത് ചെയ്യാൻ ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യണം ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നേതു, ഇത് വേണോ, നമ്മളെ ഇങ്ങനെ പ്രസന്റ് ചെയ്യണോ എന്ന് എത് ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നടക്കൂല. അതായത് ഒരു സിനിമ ചെയ്തു, ആ സിനിമയ്ക്കൊപ്പം നിൽക്കുക, ഡയറക്ടർക്കൊപ്പം നിൽക്കുക, അവൻ ഡയറക്ടർക്കൊപ്പം അല്ല, അവൻ പ്രൊഡ്യൂസർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പം നമ്മളത് ഒരു ഡൗട്ടും ഇല്ലാതെ ചെയ്തു എന്നിടത്താണ് നമ്മുടെ വിജയം. കാര്യം പല സിനിമാക്കാർക്കും അത് പറ്റാറില്ല. കാര്യം ഞങ്ങളുടെ 10 ഇരട്ടി മോശം അവസ്ഥയിലായിരിക്കും അവരിയ്ക്കുന്നത്. പക്ഷെ പല സാഹചര്യങ്ങൾ, ഒരു ആൾക്കാരെങ്ങനെ എടുക്കും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റാറില്ല എന്താണ് സംഭവം എന്ന്. അല്ല, ഇപ്പോൾ ഈ സിനിമകളുടെ ഒക്കെ കാര്യങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും കേസുകൾ വരെ വരുന്നത്, ഒരു നായകൻ അഭിനയിച്ചു, പിന്നെ ആ പടത്തിന്റെ പ്രൊമോഷനോ കാര്യങ്ങൾക്കൊന്നും പുള്ളി ഉണ്ടാവില്ല, അടുത്ത പടത്തിലേക്ക് അവർ പോകുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അത് സീരിയസ്ലി അപ്രീഷിയേറ്റബിൾ ആണ്. അടിപൊളി. ഇനി ഈ പടം കഴിഞ്ഞ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ നിങ്ങൾ അത് ആലോചിച്ചിട്ടാണോ ഈ പടം എടുത്തത്, അതെയോ മീൻസ് നിങ്ങൾ അതുകൊണ്ട് ഇനി എന്ത് നേടും എന്നുള്ളൊരു സാധനം കൂടെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ?
റിലീസ് ശേഷം എന്ത്? എന്നെ കുറിച്ച് എനിക്കറിയില്ല. യദുവിനെ കുറിച്ച് ഞാൻ പറയാം. യദുവിന് വേറെ ഇപ്പം ഈ പടം കഴിഞ്ഞിട്ട് നമ്മുടെ പടത്തിൽ നിന്ന് തന്നെയാണ് ആഘോഷം എന്ന് പറഞ്ഞ ഒരു പടത്തിലേക്ക് അവനെ വിളിച്ചത്. നരേൻ നായനാണ്. അതിന്റെ അകത്ത് ഇപ്പം അത്യാവശ്യം നല്ല വേഷമായിരുന്നു. അത് ചെയ്തു. ഇപ്പം വേറൊരു പടത്തില് ഒരു സെക്കൻഡ് ഹീറോ പരിപാടി ഏകദേശം സ്ക്രിപ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം എന്റെ അവസ്ഥ എന്താവും അറിയില്ല. കുറെ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ പൈസ മുടക്കി കേൾക്കുന്നതിൻ്റെയും കൊടുക്കാനുള്ള അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അറിയില്ല. ഇപ്പം ഒരു നായകനോട് നമ്മളൊരു സ്ക്രിപ്റ്റ് പറഞ്ഞ് അത് പുള്ളി ഓക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷെ അത് ഓണാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എന്നെ സംബന്ധിച്ച് അറിയില്ല. പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്ക് വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അല്ല, നിങ്ങളുടെ ഒരു ടീം സ്പിരിറ്റ് ആണല്ലോ മെയിൻ. ഞാൻ കണ്ടതാണ്. കാരണം ബ്രോ ഇൻഫ്ലുവൻസർ ആയിരുന്നു. യെസ്. ഓക്കെ, അതുവഴി അപ്പം ആ ഒരു സംഭവം ചെയ്തില്ലായിരുന്നു ഈ പടം ആരും ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ റിലീസ് കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു അതും എനിക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്തത് ആസ് എ ഡയറക്ടർ? കാരണം ഞാൻ പലപ്പോഴും കാണുന്നത് ഒരു ഡയറക്ടർ ഒരു കഥ എഴുതും, അയാളത് ഷോട്ടുകൾ വെക്കും, അയാൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ക്രൂവിനെ മൊത്തം മാനേജ് ചെയ്യുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ 100-ലധികം ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് പറഞ്ഞു. അപ്പോൾ ഇവരെ മൊത്തം ക്രൂ ഹാൻഡിൽ ചെയ്യുക, അതിൻ്റെ ഇടയിൽ പ്രഷർ, പ്രൊഡ്യൂസറാണല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്ന ഒരു സംഭവം? അങ്ങനെ അങ്ങ് പോകും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു ഡെയിലി ഒരു പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഏറ്റവും ആദ്യം ഹോട്ടലിൽ എത്തുന്നത് ഞാനായിരിക്കും. കാര്യം ഞാൻ എൻ്റെ തൊടുകൂടെ തന്നെ ഷൂട്ടുള്ളതുകൊണ്ട് ഒന്നെങ്കിൽ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കിടക്കാറ്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കാറുള്ളൂ, ഒരു റൂം സ്കിപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കും. കാര്യം നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ രാവിലെ ഞാൻ 6 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാനാണ് എല്ലാവരെയും അറേഞ്ച് ചെയ്ത് സെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ കറക്റ്റ് 6:30 ഇറങ്ങിക്കഴിഞ്ഞാൽ ലൊക്കേഷനിൽ 7 മണിക്ക് എത്തും. ഈ 7 മണിക്ക് എത്തുമ്പോഴത്തേക്കും തന്നെ നമ്മളെപ്പോഴും ലൈറ്റ് യൂണിറ്റ് എപ്പോഴും ഒരു ലൈറ്റ് തന്നെ 2 എണ്ണം എടുക്കുമായിരുന്നു. ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അപ്പുറത്തെ മുറിയിലാണെങ്കിൽ മുറിയിൽ ലൈറ്റ് അപ്പ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പ്ലാനുകൾ ഉണ്ടായിരുന്നു. മാക്സിമം ടൈം കളയരുത് എന്നുള്ള കുറച്ച്. അത് നേരത്തെ പറഞ്ഞാലേ, പുതിയ ആൾക്കാരാവുന്ന സമയത്ത് പെട്ടെന്ന് അവർ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിന്റെ ഒരു ടൈം ലോസ് നിങ്ങളുണ്ടോ? അതെങ്ങനെ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നുള്ള സംഭവം ഉണ്ടല്ലോ അല്ലേ? അത് കുറേയൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ആക്ടേഴ്സിന്റെ കാര്യത്തിൽ ആദ്യമേ അവരൊന്ന് ലോക്ക് ആയി കഴിഞ്ഞാൽ, അതായത് ഈ ക്യാരക്ടറിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് സെറ്റ്. കാര്യം നമുക്ക് വരുന്ന ആക്ടേഴ്സിനെ കുറിച്ച് ഒരു ധാരണ നമ്മൾ ഓഡീഷന്റെ സമയത്താണെങ്കിലും സാധനങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പം യദുവിനാണെങ്കിലും ഞാൻ ആകെ ഒരു കാര്യം മാത്രമേ യദുവിനോട് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അതവൻ പക്കയായിട്ട് അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ എവിടെയെങ്കിലും അത് വരുവാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ പറയും. അങ്ങനെ ഓരോ ആക്ടേഴ്സിനെ കുറിച്ചും എനിക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർക്ക് കുറച്ച് ഡ്രാമ ഫീൽഡിൽ നിന്ന് വന്നുകൊണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് AD ആയിട്ട് പ്രവർത്തിച്ചാൽ സ്കൂൾ ഓഫ് ഡ്രാമയിലുള്ള എബി എന്ന് പറയും. അപ്പോൾ എബിനെ കൊണ്ട് നേരത്തെ തന്നെ അവരെ കൊണ്ട് ഫുള്ള് ഡയലോഗ് പറയിപ്പിച്ച് നോക്കി. നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഓരോരുത്തരെ കുറിച്ച് ഒരു ധാരണയുണ്ട്. അപ്പം അത് ഇവിടെ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ അപ്പുറത്ത് അവരെ കുറിച്ച് അവർക്കത് പഠിപ്പിച്ചു കൊടുക്കുക, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ആക്ടേഴ്സിനെ അങ്ങനെ ഡീൽ ചെയ്തുകൊണ്ട് നമുക്ക് ആക്ടേഴ്സിന്റെ ഭാഗത്തൊന്നും വലിയ ഡിലേ അഭിനയത്തിന്റെ കാര്യത്തിൽ വന്നിട്ടില്ല. നിങ്ങൾ നല്ലോണം പ്രീ വർക്ക് ചെയ്തിട്ടാണ്. അല്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ, ടൈമിൽ വരാത്തത്. അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സാധനം ചെയ്യാൻ പറ്റില്ല. അത് പുതിയ ആൾക്കാരായിട്ട് ഞാനിങ്ങനെ ശരിക്കും വിഷമിച്ചിട്ടുണ്ട്. അതായത് രാവിലെ 8 മണിക്ക് ഷൂട്ട് പറഞ്ഞിട്ട് 10:30, അതായത് അന്ന് അങ്ങനെയാണ്, ഒരു ബാറിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പം ഒരു സാധാരണ ഒരു ബാറിൽ എത്ര ലക്ഷം രൂപയുടെ കച്ചവടം നടക്കും. അപ്പൊ അവർക്ക് നമുക്ക് ഒരിക്കലും ആ റെന്റ് കുറച്ച് തരേണ്ട ആവശ്യമില്ല ഒരു ബാറിന്. അപ്പൊ നമുക്ക് 8 മണി തൊട്ട് 11 മണി വരെ സമയം തന്നിട്ടുണ്ട്. അപ്പം 10:30 വന്ന ആൾക്കാരുണ്ട്. 3 മണിക്കൂർ ഷൂട്ട് വെച്ചിട്ട് അത് കഴിഞ്ഞ് ഞാൻ ആ സീൻ കംപ്ലീറ്റ്ലി തൂക്കി, എഡിറ്റിംഗ് തൂക്കി. അത് ജസ്റ്റ് ഒരു പാട്ടിൽ മാത്രം വന്നിട്ട് അത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതായത് നമുക്ക് 3 മണിക്കൂറും കൊണ്ട് എടുക്കേണ്ട സാധനം 1/2 മണിക്കൂറും കൊണ്ട് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പം അത് ഞാൻ കംപ്ലീറ്റ്ലി എഡിറ്റിംഗ് തൂക്കി ഒരു പാട്ടിന്റെ അകത്തേക്ക് മാത്രം വെച്ചിട്ടുണ്ട്. അപ്പം ആ സീനിൽ അത്യാവശ്യം ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരു ബാറിന്റെ. നിങ്ങൾ ചെയ്ത പൈസ അതാണ് സിനിമ. അതായത് സിനിമയില് പൈസ എന്ന് പറയുന്നത് എഡിറ്റിങ്ങിൽ കട്ടായി പോകും പല കാര്യങ്ങളും. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു പക്ക ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു, നിങ്ങളൊരു വലിയൊരു പ്രൊഡ്യൂസറുടെ കീഴിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ബാർ അന്നും മുഴുവൻ ഉണ്ടാവും. മനസ്സിലായ? അപ്പം നമുക്കതുണ്ടാവില്ല. അപ്പം നമുക്കപ്പോൾ ആ സീൻ എങ്ങനെ, അപ്പം എഡിറ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് പിന്നെ എങ്ങനെ പ്രശ്നമില്ലാതെ പോകണം. അപ്പം പിന്നെ എഡിറ്റിങ്ങിൽ ഇരുന്നാണ് പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത്. അത് അടുത്ത സ്കെഡ്യൂളിൽ നമ്മൾ കവറപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ജേർണിക്ക് ടൈം എടുക്കുന്നത്. ഇങ്ങനെയാണ്. അതെ, ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പടത്തിൻ്റെ ഒരു ജോണർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് റൊമാൻസ് ഉണ്ട്, അതുപോലെ കുറച്ച് ഇമോഷൻ സീക്വൻസ് ഒക്കെ. എന്താണ് നിങ്ങൾ ബേസ് ചെയ്തത്? അതേ ഇനി അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് മൊത്തം മാറുമോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ടീസറിൽ ഒരു 1.5 മിനിറ്റ് നമുക്ക് കൺവേ ആയിട്ടുള്ളൂ. അങ്ങനെ ഒരു ജോണറിനെ കുറിച്ച് നിങ്ങൾക്ക്, കാരണം ഞാൻ ജോണറെ കുറിച്ച് ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല. ഇപ്പോൾ പല സിനിമകളിലും നമ്മൾ ട്രെയിലർ കാണുന്ന സമയത്ത് ഒന്നായിരിക്കും, തിയേറ്റർ കാണുമ്പോൾ വേറൊന്നായിരിക്കും. അപ്പോൾ ആളുകൾ ആ ജോണർ ഷിഫ്റ്റ് മനസ്സിലാക്കാതെ ആയിരിക്കും ചിലപ്പോൾ ആളുകൾ നെഗറ്റീവ് പറയാം.
ഞങ്ങളുടെ പടം ഇതാണ് എന്ന് പറഞ്ഞ് റിലീസാക്കുന്ന പല ആളുകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇതാണെന്ന് വിചാരിച്ച് എക്സ്പെക്ട് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ലോകയുടെ ഒരു എക്സാമ്പിൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോക എന്താണെന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ട്രെയിലർ അത്ര അവർ റിവീൽ ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മീൻസ് ഞങ്ങളുടെ പടം ഇതാണ് അങ്ങനെ ഒരു സംഭവം അങ്ങനെ പറയാനുണ്ടോ? ഞാൻ ഇതിനോട് ചോദിക്കട്ടെ, അതൊരു ഫാമിലി റോംകോം. ഫാമിലി റോംകോം അതാണ്. വലിയ സംഭവങ്ങളായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്ത നല്ലൊരു സിനിമ. എനിക്കത് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ആസ് എ ഡയറക്ടർ പറയും. അതായത് ആ ടീച്ചർ എന്തോ കാണിക്കുന്ന ഒരു ഇമോഷണൽ, ഒരു റൊമാൻറ്റിക് പരിപാടി, അതിൻ്റെ അകത്ത് ചെറിയൊരു ഇമോഷണൽ സാധനം. ഞാൻ അതിന്റെ കൃത്യ റിവ്യൂ പറഞ്ഞുതരാം സിനിമയുടെ റിവ്യൂ പറഞ്ഞുതരാം. ആസ് എ ടെക്നീഷ്യൻ നോക്കുവാണെങ്കിൽ, അതായത് ഒരു വലിയൊരു ക്യാമറമാൻ, വലിയൊരു ഡയറക്ടർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ടെക്നിക്കലി തോന്നും. അത് നമ്മുടെ ബഡ്ജറ്റ് കൊണ്ടുവന്ന. പക്ഷെ ആസ് എ പ്രേക്ഷകൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ചെറിയ ചിരിയോടെ കഥയ്ക്കകത്തേക്ക് ഇന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന ഒരു ഇമോഷണലി അവസാനം ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് കണ്ണു നിറയിപ്പിക്കാവുന്ന, എന്നാൽ ചുണ്ടിലൊരു ചിരി തരാവുന്ന ഒരു പടം. അപ്പം അത് ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, കാണുന്ന പ്രേക്ഷകരിൽ ഒരു 80% ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടം അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പം അപ്പം ഡയറക്ടർ തന്നെ റിവ്യൂ പറഞ്ഞു. ഇനി ആരും റിവ്യൂ പറഞ്ഞു വരരുത് പ്ലീസ്. അല്ല, എല്ലാവരും റിവ്യൂ പറഞ്ഞു. നമ്മൾ ആദ്യമേ തന്നെ കൃത്യമായിട്ടുള്ള സംഭവം പറഞ്ഞു. നിങ്ങൾക്ക് ഉറപ്പായിട്ടും റോംകോം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. ഈ റോംകോമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓൾറെഡി ഇപ്പം ഓരോ കാലഘട്ടത്തിലും ഈവൻ അത്യാവശ്യം വലിയ പ്രൊഡക്ഷൻ തന്നെ ചില സിനിമകൾ വന്ന് ഒരു കൾട്ട് സ്റ്റാറ്റസിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പം തട്ടത്തിമറയത്ത് വിനീതിന്റെ തുടക്കകാലത്തുള്ള സിനിമയാണ്. പ്രേമലു പോലുള്ള വൻ ഹിറ്റായിട്ടുള്ള സിനിമ ഈ അടുത്തിറങ്ങിയതാണ്. സ്വാഭാവികമായിട്ടും യദുവിന്റെ പെർഫോമൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. പ്രേക്ഷകരാണ്, അവർക്ക് എന്ത് വേണം ചെയ്യാലോ. അതേപോലെ തന്നെ അവർ പറയും ഇന്ന സിനിമയ്ക്കകത്ത് ഇങ്ങനെയുണ്ട്. അങ്ങനെ ഒരു കമ്പാരിഷൻസ് ഭയങ്കരമായിട്ട് വരാം. നിങ്ങൾ അതുമായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ടോ, അതെയോ നിങ്ങൾ തന്നെ ഒരു സർപ്രൈസ് സിനിമ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു അതിന് നിങ്ങൾ ഒരു ടെൻഷൻ ഉണ്ടാവില്ല നിങ്ങൾക്ക്, പ്രത്യേകിച്ച് യദുവിന്? ആസ് ആൻ ആക്ടർ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ലീഡ് റോൾ ആയതുകൊണ്ടും ചിലപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. അത് ഞാൻ ഈ പടം അവസാനിച്ച സമയത്തും എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. ഇതിങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്ത് മീൻസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ സിനിമ ഉണ്ട്. അപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാനിങ്ങനെ കമ്പാരിസൺ അതൊന്നും ചെയ്യുന്നില്ല. എന്താ പറയാനുള്ളത്, പറയും എന്തെങ്കിലും പറയില്ല. നമുക്കങ്ങനെ റോംകോമുകൾ വന്നിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ട്രീറ്റ്മെന്റിൽ കുറച്ച് നോൺ ലീനിയർ പരിപാടി പിടിച്ചിട്ടുണ്ട്. അപ്പം അത് ഞങ്ങൾക്കൊരു കുറച്ച് ടൈമിലെ കഥ പറയാനുണ്ടായിരുന്നു. അപ്പം ഈ കഥ നമുക്കൊരു നോൺ ലീനിയർ ആയിട്ട് പറയുന്നതായിരുന്നു ഏറ്റവും നല്ലത്. ഇതൊരു കമ്മിങ് ഓഫ് ഏജ് അതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് സിനിമയാണോ? അല്ല, അങ്ങനത്തെ ഒരു പരിപാടിയല്ല. ഒരു നോർമൽ പരിപാടി. അതിലൊരു നോൺ ലീനിയർ അതിൻ്റെ അകത്തൊരു നോൺ ലീനിയർ കുറച്ച് കാര്യം, ഒരു 2-3 കാലഘട്ടം നല്ല കുറച്ച് സമയം അവരുടെ പാസ്റ്റും പ്രസന്റും പറയാനുണ്ടായിരുന്നു. അപ്പം നമ്മളത് നോൺ ലീനിയർ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു റോംകോമിൽ അങ്ങനെ വന്നേക്കുന്നതിൽ അപൂർവമായിട്ടാണ് ഉണ്ടാവുള്ളൂ. എന്തായാലും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതാണ് നിങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കാര്യം അല്ലേ? ഒരു ഗ്യാരണ്ടി ഇല്ല. ഒരു ഗ്യാരണ്ടി ഇല്ല. ആകെയുള്ള ഗ്യാരണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. റോംകോം ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ ഓണത്തിന് നിങ്ങളുടെ സമയം കളയില്ലാത്ത, അതായത് നിങ്ങൾ ഒരു 2 മണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ രസമുണ്ട് എന്ന് പറയുന്ന ഒരു പടമായിരിക്കും. ഓക്കെ. ഇത് ഈ ടിക് സ്പീക്ക് ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തു, ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? ഡയറക്ടർ തന്നെ ബ്രോ ആ അവസാന ഘട്ടത്തിലാണ് എടുത്തതെന്ന് പറഞ്ഞു. പക്ഷെ ഒരു വെബ്സൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള സാധനം അത് ബ്രോ തന്നെ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണോ? കാരണം ഇത്ര ഷോർട്ട് ടൈമിൽ ചെയ്യണ്ടേ? അല്ല, ഷോർട്ട് ടൈം അല്ല. ഇപ്പൊ നമ്മുടെ റീൽ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2 മാസമായി. 2 മാസം. അപ്പൊ അതിനും 1 മാസം മുമ്പ് നമ്മൾ തുടങ്ങിയതായിരുന്നു. അപ്പം കാരണം പടം ചെയ്ത് ഈ ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ തന്നെ തോന്നിയോ ഇത് വെബ്സൈറ്റ് തുടങ്ങാന്ന്? ഇത് നമ്മുടെ മ്യൂസിക് റൈറ്റ് കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ആക്ച്വലി പുതിയ ആൾക്കാരാണ്. അപ്പം എടുക്കുന്നതിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ഞങ്ങളുടെ ബഡ്ജറ്റ് കാരണം ഇപ്പം ആദ്യം നമുക്ക് എല്ലാ പാട്ടുകളും ഒരുമിച്ചായില്ലായിരുന്നു. അപ്പം അത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അങ്ങനത്തെ കുറെ സാധനങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ തോന്നി തുടങ്ങും. അതിനെ പിന്നെ ഓരോ സ്റ്റേജ് ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു പടം ചെയ്യുമ്പോൾ അതിനൊരു വലിയൊരു ടീം കാണും. അതിന്റെ PR ടീം കാണും, പ്രൊഡക്ഷൻ ടീമാണ്. ഇവിടെ ഞാൻ മാത്രം ഉള്ളായിരുന്നു. ആർക്കെങ്കിലും മെയിൽ ചെയ്യാൻ എന്ത് കാര്യത്തിനും ഞാൻ മാത്രം ഉള്ളായിരുന്നു. അപ്പൊ എനിക്ക് ഒരു സൈഡിൽ സിനിമ നോക്കണം, ഒരു സൈഡിൽ ഇത് നോക്കണം. പലപ്പോഴും നമ്മൾ വിചാരിച്ചാൽ ഓടില്ലാത്തൊരു സമയമുണ്ട്. കാര്യം നമുക്ക് അത്ര ബന്ധങ്ങളൊന്നുമില്ലല്ലോ. അപ്പം ഞാനിവിടെ
ഒരു ആൾക്കാരെല്ലാം ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവർ നോക്കുമ്പോഴത്തേക്കും നോക്കി ഏതോ ഒരു പുതിയ ഒരാളെ ഒരു സിനിമയും ചെയ്തിട്ട് വന്നേക്കുന്നു, അവർക്ക് അത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം കാര്യം ഒരു അതേസമയം ഒരു സ്ഥിരം സിനിമകൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വഴിയാണ് വരുന്നെങ്കിൽ ഈ ഡയറക്ടറിനോ പടം എന്നത് ഒക്കെ രണ്ടാമതാവും, അയാൾ കൊണ്ടുവരുന്ന ഒരു സാധനം മാത്രമാവും. അപ്പം അതിന് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുമായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന് അതിന്റെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നോക്കി. തിയേറ്റർ റിലീസിൽ എങ്ങനെ ഇത്ര തിയേറ്ററിൽ വർക്കാവും, ഇതെല്ലാം നോക്കി. അപ്പം പിന്നെ അതിനെക്കുറിച്ച് ഇരുന്ന് പഠിച്ചു. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഇതിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി എന്നെ കണക്ക് സഹായിച്ചു എന്ന് പറയാം. അതായത് ലൈഫിൽ എല്ലായിടത്തും കറക്റ്റായിട്ട് മാത്തമാറ്റിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ വരും. എല്ലാത്തിന്റെയും സ്പന്ദനം. അതായത് സ്പന്ദനം എന്നല്ല, അതായത് കുറച്ച് ഈസിയാണ്. ശരിയാണ്. അതിപ്പോ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തൊട്ട് സ്ക്രിപ്റ്റ് നമുക്ക് വാരി വലിച്ചെഴുതാം. അത് അല്ലെങ്കിൽ ഓരോ ആക്ട് തിരിച്ച് ആക്ട് എ, ആക്ട് ബി, ആക്ട് സി, ഫൈനൽ ആക്ട്, ഓരോ ആക്ടിലും 14 സീന്. ഈ 14 സീനും നിങ്ങൾ ഫില്ല് ചെയ്ത് ഈ 4 ആക്ടുകളും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു കഥ ഉണ്ടാവും. ആ കഥേനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു 2 മണിക്കൂർ 10 മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു സിനിമ കിട്ടും. ഇത് കണക്കാണ്, മനസ്സിലായോ? ഈ കണക്കിന് നമ്മുടെ ലോജിക്കും നമ്മുടെ സെൻസും വെച്ച് രൂപീകരിച്ച നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടും. അതേ സ്ക്രിപ്റ്റിങ്ങിലും സ്ക്രീൻ പ്ലേയിലും എല്ലാത്തിലും നിങ്ങൾ അങ്ങനെ ഒരു ഫുള്ളായിട്ട് ബഡ്ജറ്റിങ്ങിലും അടക്കം നമ്മളൊരു മാത്തമാറ്റിക്സ് കൊണ്ടുവന്നു. ഇപ്പൊ ഞങ്ങള് ഇത് OTT എന്ന് അനൗൺസ് ചെയ്തില്ല, ഞങ്ങൾ തിയേറ്ററിൽ മാത്രമായിരുന്നെങ്കിൽ ബ്രോ പോലും ചിലപ്പം അറിഞ്ഞെന്ന് വരില്ല. അറിഞ്ഞാൽ നമ്മൾ അത്ര വലിയ പ്രൊഡക്ഷൻ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അറിഞ്ഞാൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച എന്ന് തോന്നുന്നു JSK ഇറങ്ങിയ ദിവസം കേരളത്തിൽ ഏതാണ്ട് 12 സിനിമകൾ മലയാളം അല്ലാതെയും കൂടെ റിലീസ് ആയിട്ടുണ്ട്. ആ 12 സിനിമകളിൽ ബ്രോ തന്നെ എത്ര എണ്ണം അറിഞ്ഞു? ശരിയാണ്. JSK ഇറങ്ങിയ സമയത്ത് JSK തന്നെ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ അല്ലേ? അപ്പം ബാക്കി 12 സിനിമകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അതിന്റെ പ്രൊഡ്യൂസറുടെ അവസ്ഥ എന്താണ്? അതിന്റെ ഡയറക്ടറുടെ അവസ്ഥ എന്താണ്? ഈവൻ ഞങ്ങൾ എന്താണെങ്കിലും ലോസ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ കുറച്ച് ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ തിയേറ്ററിൽ വരണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പം കണ്ടോളൂ. ഇതിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ആ ഒരു സാധ്യതയും നമ്മൾ തുറന്നിടുന്നുണ്ട്. ഓക്കെ. അപ്പം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ജനറൽ ക്വസ്റ്റ്യൻ നിങ്ങൾ രണ്ടുപേരോട് ചോദിക്കുകയാണ്. എല്ലാവരും പറയും കഴിവുണ്ടെങ്കിൽ നീ എവിടെയെങ്കിലുമൊക്കെ എത്തുമെന്ന്. ശരിയാണ്, നമ്മൾ കഴിവുണ്ടെങ്കിൽ എത്തുമായിരിക്കും. കഴിവിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ കോണ്ടാക്ട്സ്, നിങ്ങളുടെ മണി പവർ, അല്ലെങ്കിൽ നിങ്ങളെ ബാക്ക് ചെയ്യാൻ ഒരു ഗോഡ് ഫാദർ ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെയാണോ ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ട് ഫോമിൽ വേണ്ടത്? നിങ്ങൾക്ക് ഇപ്പോൾ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണോ? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? നിങ്ങളത് ആ ഒരു ഫേസിലൂടെ നിങ്ങൾ കടന്നുപോയതാണ്. കഴിവ് മാത്രമല്ല, ജനറലി എല്ലാവരും നമ്മളോട് പറയാറുണ്ടോ നിനക്ക് കഴിവുണ്ട്, നീ എവിടെയെങ്കിലൊക്കെ എത്തുമെന്ന്. അത് കോൺഫിഡൻസ് ആവും. എനിക്ക് തോന്നുന്നു കഴിവുണ്ടെങ്കിൽ അത് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ആണ്. എനിക്ക് പെർഫോം ചെയ്യാൻ എനിക്ക് ടാലന്റ് ഉണ്ട്, സ്വയം മനസ്സിലാക്കുന്ന അവസ്ഥയിൽ. പ്ലസ് നമുക്ക് കോൺടാക്ട്സും വേണം. ഇപ്പം ബ്രോ തന്നെയാണെങ്കിലും സ്ക്രിപ്റ്റ് കയ്യിലുണ്ട്, എല്ലാം ഉണ്ട്. ഇതിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇത് കൊണ്ടുപോയി കാണിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ നോക്കാൻ പോലും ഒരു പ്രൊഡ്യൂസർ തയ്യാറായിക്കോണമെന്നില്ല. അതല്ല, കഴിവിനെ ബാക്കപ്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ അത് ബാക്കപ്പ് ചെയ്യാനില്ലെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നമാണ്. ബാക്കപ്പ് ചെയ്യാൻ അവർക്ക് ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അതിന് മുമ്പത്തെ ജനറേഷൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഈവൻ നമ്മൾ സക്സസ് ആണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ അത് ഉണ്ടാവുമല്ലോ. തീർച്ചയായും. അപ്പം അത് നമ്മുടെ മാത്രം പ്രശ്നമാണ്. അപ്പൊ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഫേസ് ചെയ്ത് ഇപ്പം ഞാൻ ഈ മൊത്തത്തിൽ അനുഭവിക്കുന്നതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ സ്റ്റെപ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റെപ്സിനെ ഗോളാക്കി മാറ്റാൻ പറ്റുന്നില്ല. അതായത് ഇപ്പൊ ലോകത്ത് എവിടുന്ന് വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാവുന്ന രീതിക്ക് റേസർ പേയും പേപ്പാലും എല്ലാം വെച്ച് ഞാൻ ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സിസ്റ്റത്തെ ഗോളാക്കി മാറ്റാൻ എനിക്ക് പറ്റുന്നില്ല. അതായത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അത് എന്റെ മാത്രം ഫെയിലിയർ ആണ്. മനസ്സിലായോ? കാര്യം അത് എത്തിക്കാൻ പറ്റാതെ എനിക്കൊരു ഗോഡ് ഫാദർ ഇല്ല അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗോഡ് ഫാദർ ഇല്ലെങ്കിൽ നിന്റെ കുഴപ്പമാണ്. അപ്പം അതിൻ്റെ അകത്ത് കരഞ്ഞിട്ട് കാര്യമില്ല, അത് ചെയ്യാൻ പറ്റുന്നില്ല, അത്രേ ഉള്ളു. അപ്പം നമുക്കത് നാളെ ഒരു ഞാൻ ഇതേ ഈ ഗോളാക്കി മാറ്റാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഞാൻ ഇതിനു മുമ്പത്തെ പല കാര്യങ്ങളിലും അനുഭവിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഫെയിലായ സാധനത്തിൽ ഇന്ന് ഞാൻ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ പ്രശ്നമാണ്. മനസ്സിലായത്? അത് എനിക്ക് ഞാൻ ഇപ്പോഴും അത് ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു നമുക്കങ്ങനെ ഫിലിം ഫീൽഡിൽ വലിയ കോൺടാക്ട്സോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ടീസർ ഷെയർ ചെയ്തത് ഗുമസ്തൻ സിനിമയുടെ ഡയറക്ടർ മാത്രമാണ്. പുള്ളിയുടെ അടുത്ത പടത്തിലാട്ടോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ അടുത്ത പടത്തിലാണ്. അടിപൊളി, ഹാപ്പി ഫോർ യു. അപ്പോൾ ആ പുള്ളി മാത്രം ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു. സാധാരണ ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും മേ ബി അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം ഒരു കോൺടാക്ട് വെച്ചിട്ട്, അല്ലേ? അത് നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ട് കിട്ടാത്തതാണോ? എന്ത് പറ്റിയത്? അത് അപ്രോച്ച് ചെയ്തിരുന്നു, അത് വലിയൊരാളെ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പം പക്ഷേ ഞാനത് അതിൻ്റെ ഒരു കാര്യം പറയാം. അത് ഇപ്പം അദ്ദേഹത്തെ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും വരും. അതായത് വേറെ ആൾക്കാരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഷെയർ ചെയ്യാവോ എന്ന്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇപ്പം വലിയൊരു വരുമാന മാർഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പം ആർക്കും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇപ്പം നമ്മുടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബന്ധങ്ങളുള്ള ബാക്കി ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കും. കാര്യം അതുകൊണ്ട് പുള്ളി ഒന്നും ചെയ്യുന്നില്ല, ആരുടെയും ചെയ്യുന്നില്ല. കാര്യം അത്
പുള്ളിയോട് അത് ചോദിച്ചത് പുള്ളിക്ക് അത്ര വേണ്ടപ്പെട്ട ആളായിരുന്നു നമ്മുടെ പടത്തിൽ തന്നെ വർക്ക് ചെയ്തത്. ഓ, നിങ്ങളുടെ പടത്തിൽ തന്നെ വർക്ക് ചെയ്ത ആളാണ് നിങ്ങൾ ചോദിച്ചത്? അല്ല, പടത്തിൽ തന്നെ വർക്ക് ചെയ്ത ആളാണ് ആ ആളോട് ചോദിച്ചത്. ഓ, അങ്ങനെ. കാര്യം പുള്ളിക്ക് അത്ര വേണ്ടപ്പെട്ട ആളാണ്, പുള്ളി നമ്മുടെ പടത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നിട്ടും ഇതാണ് സംഭവം. കാര്യം ഈ സോഷ്യൽ മീഡിയ അത്യാവശ്യം ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ അതൊരു വരുമാനമാണ്. അപ്പം അത് ഒരാൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. അപ്പം അവിടെയാണ് നമ്മൾ നന്ദി പറയേണ്ട കുറെ പേരുണ്ട്. അഖിൽമാരാർ ഞങ്ങളുടെ സ്റ്റോറി ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ വന്ന് കമന്റ് ചെയ്തു. അദ്ദേഹം ഷെയർ ചെയ്തു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്ക് പുള്ളിയുടെ വരുമാന മാർഗ്ഗമാണ്, ഫേസ്ബുക്ക് ഇൻസ്റ്റ. പക്ഷെ അത് നമ്മൾ പോലും ആ ഒരു ഷെയറിംഗ് ആണ് ഞങ്ങൾക്ക് അത്ര വ്യൂസിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് ഉണ്ണിമൂന്ന് ഷെയർ ചെയ്തു. പിന്നെ ഒരുപാട് പേര് പേളിമാണി ഷെയർ ചെയ്തു, പേളിമാണി ഷെയർ ചെയ്തു, കമന്റ് ചെയ്തു. അപ്പം ഒരുപാട് പേജുകൾ അങ്ങനെയാണ് ആ വീഡിയോ കൃത്യമായിട്ട് കയറി പോകുന്നത്. അപ്പം അന്ന് എന്താ പറയാ, അത് ഷെയർ ചെയ്ത എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട്. കുറെ ട്രോൾ പേജസ് ഉണ്ട്, ഭയങ്കര ഫിലിം ആയിട്ടുള്ള ബേസിലുള്ള കുറെ പേജസ് ഉണ്ട്, അവർക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ എപ്പോഴും ഒരു പ്രൊമോഷന് വേണ്ടി ഇപ്പോൾ ഈവൻ ഒരു ഫുഡിൻ്റെ കട ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവരുന്ന സംഭവമുണ്ട്. നിങ്ങൾ അങ്ങനത്തെ ഒരു മെത്തേഡിന്, ബ്രോ തന്നെ ഒരു ഇൻഫ്ലുവൻസറാണ്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന നിങ്ങളുടെ ആ വീഡിയോ തന്നെയാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് ഇപ്പം 4-ാം തീയതി എടുക്കാൻ ഇങ്ങനെ ആയി വരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഒരു ലാസ്റ്റ് മിനിറ്റിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെ കൈൻഡ് ഓഫ് ലാസ്റ്റ് മിനിറ്റ് പ്രൊമോഷനോ എന്തെങ്കിലും? ഇല്ല, നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്ന ഒന്ന് നമ്മൾ വേറെ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു എല്ലാവരും അത്യാവശ്യം നല്ല പേയ്മെന്റ് ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയില്ല. നമ്മൾ പിന്നെ വിചാരിക്കുന്ന ശരിക്കും ഇപ്പോഴും പ്രൊമോഷൻ നടക്കുന്നത് നമ്മുടെ പേജ് വഴി മാത്രമാണ്. പിന്നെ 1-2 പേര് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതൊക്കെ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തന്നാണ്. സിനിമ കണ്ടൊരു വേർഡ് ഓഫ് മൗത്ത് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ? ഇനി അങ്ങ് പോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. എന്ത് വരും എന്നറിയില്ല. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു. പല സ്ഥലത്തും ഇനി നമ്മൾ ഹെൽപ്ലെസ് ആണ്. പക്ഷെ ഒരു പ്രശ്നമില്ല, നമ്മൾ ഹാപ്പിയാണ്. അത്ര ഉണ്ടായാൽ മതി. പടത്തിൽ നിങ്ങൾ ഹാപ്പിയാണ്. ഇനി പടം ഇറങ്ങുന്നു, പ്രേക്ഷകർ ഹാപ്പി ആവട്ടെ എന്നുള്ളത്. ലാസ്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ, പടം പൊട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് സാധാരണ തിയേറ്ററിൽ ഇറക്കുന്നവരോട് ചോദിക്കേണ്ടത്. ഞങ്ങൾ പൊട്ടി നിൽക്കുന്നവരാണ്. വിജയിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം തരാം. വിജയിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? വിജയിച്ചാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ സ്മൂത്ത് ആവും. അടുത്ത പടം ഓണാവും. നിങ്ങൾ അതിനൊരു എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? അടുത്തൊരു പടം ഓണാക്കാനുള്ള ഒരു ലെവലിൽ നിൽക്കുന്നുണ്ടോ? ഓണാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആക്ടറിനോട് കഥ പറഞ്ഞ് പുള്ളി കഥ ഇഷ്ടപ്പെട്ടു ഡേറ്റ് തന്നിട്ടുണ്ട്, ഡിസംബറിന് ശേഷം എന്ന് വേണമെങ്കിലും. പക്ഷെ അതിന് പ്രൊഡക്ഷൻ ആയിട്ടില്ല. അതാണ് സത്യസന്ധമായ കാര്യം. ഇപ്പം ഇത് എന്താ പറയുക, നമ്മളൊരു വേറൊരു പരിപാടി പിടിച്ചു, അത് വർക്കായെങ്കിൽ ഇവനെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പ്രൊഡ്യൂസറിന് തോന്നുമല്ലോ. അപ്പം പ്രൊഡ്യൂസറിന് തോന്നുന്ന മൊമെന്റിൽ നമുക്ക് അത് വർക്കാവും. അപ്പം ഇതാണ്. പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് പേഴ്സണലി തോന്നിയാണ് നിങ്ങളുടെ എഡിറ്റിംഗ്. ആ ടീച്ചറെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരിക്കലും ഒരു സാധാരണ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു പുതുമുഖം ചെയ്യുന്ന പോലും എനിക്ക് ഫീൽ ചെയ്തില്ല, എസ്പെഷ്യലി എൻ്റെ എഡിറ്റിംഗ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് AD എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പുള്ളിനെ പറ്റി നിങ്ങൾക്ക്, കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഫിലിം ക്യാമറയാണ് നമ്മൾ ഓരോ ഷോട്ടും പ്ലാൻ ചെയ്തായിരിക്കും എടുക്കുക. നിങ്ങൾ പ്ലാൻ ചെയ്തെങ്കിൽ പോലും ഒരുപാട് കട്ട്സ് ഉണ്ടാവും, നിങ്ങളുടെ ഫേസ് ആയിരിക്കും, നിങ്ങളുടെ ഒരുപാട് പെർഫോമൻസുകളും കാര്യങ്ങളും ബ്രോഡും കാണുന്നുണ്ടാവും. പുള്ളി അതെങ്ങനെയാണ് ആ കാര്യം കൺസീവ് ചെയ്ത് എടുത്തതും? അക്ബർ അല്ലായിരുന്നു ആദ്യത്തെ എഡിറ്റർ, നമുക്ക് വേറൊരു എഡിറ്റർ ഉണ്ടായിരുന്നു. അപ്പം അക്ബർ ഫസ്റ്റ് കട്ട് ചെയ്തു. ഞാനും അക്ബർ AD ആയിട്ട് വന്നതാണ്. അപ്പം AD ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവൻ്റെ എഡിറ്റിങ് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഫസ്റ്റ് കട്ട് ചെയ്യാം. കാര്യം അത് പറയുമ്പം പറയണം. കാര്യം ഞങ്ങൾക്ക് ലേപ്പലില്ലായിരുന്നു. ലേപ്പൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി കൂടുതൽ ടൈം കൺസ്യൂം ആയിരുന്നു. അതായത് ഒരു സീൻ എടുക്കാൻ ചിലപ്പോൾ 1-2 മണിക്കൂറും കൂടെ കൂടുതൽ കിട്ടും. അപ്പം നമ്മൾ പൈലറ്റ് സൗണ്ട് ഉള്ളായിരുന്നു. അപ്പം ഇത് എഡിറ്റർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, പ്രോപ്പർ എഡിറ്റർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചിലപ്പം തെറി പറയും. അപ്പം കാര്യം ചില സ്ഥലത്ത് മൾട്ടി ക്യാമറയുണ്ട്, ഹെലിക്യാമുണ്ട്, ഇതെല്ലാം കൂടെ വരുമ്പോൾ. അപ്പം ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആൾ ഞാനാണ്. അപ്പം എനിക്ക് ഇരിക്കാൻ പറ്റുന്ന കംഫർട്ടായ ഒരാൾ വേണമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ അക്ബറിനോട് നമുക്ക് 2 പേർക്കും ഫസ്റ്റ് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഈ ഫസ്റ്റ് കട്ട് ഭയങ്കര 40 ദിവസം എടുത്തു ഞങ്ങൾ ഇതിന്റെ ഫസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി. 40 ദിവസം എടുത്തു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു വെള്ളച്ചാട്ട സീനൊക്കെ ഉണ്ട് ആ ടീസറിൽ കാണുന്നത്. ഇതിൻ്റെ അകത്ത് എരപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതെങ്ങനെ എന്ത് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് നമുക്കറിയാം ഓരോ ആക്ഷനും അതിന് മുമ്പുള്ള ഡയലോഗ്, അങ്ങനെ ഓരോ ക്യാമറയിലും മാർക്ക് ചെയ്ത് നമ്മൾ അത് കൃത്യമായിട്ട് ഞങ്ങൾ എത്തിച്ചു എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് കട്ട് കഴിഞ്ഞു. ഫസ്റ്റ് കട്ടിൽ നമ്മൾ ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് എഡിറ്ററിലേക്ക് പോയി. അപ്പം എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്ക് കുറച്ച് ആ സമയത്ത് ഫാമിലി പ്രശ്നങ്ങൾ നടക്കുമായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ഇത് മൂവ് ആവുന്നില്ല. അപ്പം അന്നേരം ഞാൻ ഒരു കുറച്ച് ടൈം അങ്ങനെ പോകുന്നുണ്ട്, നമുക്ക് പടം അങ്ങ് മൂവ് ആവുന്നില്ല. അപ്പം ഫസ്റ്റ് കട്ടിൽ നിന്നൊരു മൂവ്മെന്റ് വരാത്ത സമയത്ത് ഞാൻ അക്ബറിനോട് പറഞ്ഞു, എടാ നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യാം, ഞാനും ഫുഡ് ഇരിക്കാം, നീ ചെയ്തോ, കംപ്ലീറ്റ് പടം ചെയ്തോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ
അവനും ഞാനും കൂടെ ഇരുന്ന് ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതിന്റെ മുകളിൽ അവൻ തന്നിട്ടുണ്ട്. അപ്പം അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു സാധനമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു പടം ചെയ്യുമ്പോഴത്തേക്കും വരുന്ന കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തത്. ബാക്കിയെല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. കാര്യം ഒരു റോംകോ മൂവിക്ക് അപ്പുറത്തേക്ക് കട്ട്സുകളുള്ള പടമായിരിക്കും. കാര്യം നമുക്ക് അത്യാവശ്യം ഷോർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രോ നേരത്തെ ചോദിച്ചില്ലായിരുന്നു വേറെ ഏതെങ്കിലും ആയിട്ട് സാമ്യം വരാൻ സാധ്യതയുണ്ടോന്ന്. ആ സാമ്യത്തെ നമ്മൾ കവറപ്പ് ചെയ്തത് ഇങ്ങനെയുള്ള മേക്കിങ്, കട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ഓക്കെ ഓക്കെ. ഒരു ചോദ്യം, ബ്രോയുടെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഒരുപാട് ലൊക്കേഷൻസിൽ പോയിന്ന്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉള്ള സമയത്താണ് ഈ പറഞ്ഞ പോലെ ചെന്നൈ, കോയമ്പത്തൂർ, വാഗമണൊക്കെ പോയി നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പോയി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് വേണമെങ്കിൽ ചീറ്റ് ചെയ്ത് എടുക്കാമായിരുന്നു. എന്നിട്ട് നിങ്ങൾ ആ റിസ്ക് എടുത്ത് അവിടെ പോയി ചെയ്തു. എന്തായിരിക്കും നിങ്ങൾ ആ കണ്ടന്റ് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണോ അതെയോ നിങ്ങൾ സ്വയമേ റിസ്ക് എടുത്താണോ? സത്യസന്ധമായി പറയണോ? സത്യാവസ്ഥ എനിക്കറിയണം. സത്യസന്ധമായി പറഞ്ഞാൽ വാഗമൺ എടുത്തത് ഇപ്പം പടം ഡിമാൻഡ് ചെയ്യുന്ന സാധനം തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റിൽ അത് ഭയങ്കര രസമായിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ ക്ലൈമാക്സ് ലൊക്കേഷൻ ഡൽഹി ആയിരുന്നു. ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് ഡൽഹി അല്ല, അവിടുത്തെ ഒരു യമുനാഘട്ടിലെ ഒരു പരിപാടിയായിരുന്നു. അപ്പം നമ്മളത് ലൊക്കേഷൻ കാണാൻ പോയി. ഞാൻ അവിടെ പോയി, ഡൽഹി പോയി നമ്മൾ ലൊക്കേഷൻ കണ്ട് അവിടെ ഏകദേശം അറേഞ്ച് ചെയ്താണ്. അവിടെ ആ ബേഴ്സിന്റെ പരിപാടി ഉണ്ടല്ലോ. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് ബേഴ്സ് വരുന്നില്ല. അതായത് ഇത് ദേശാടന പക്ഷികളാണല്ലോ. അപ്പം ഇതിങ്ങനെ ടൈം ഈ സാധനം മഞ്ഞും അങ്ങനെയുള്ള പരിപാടിയായിരുന്നു. അപ്പം ഇതിങ്ങനെ വരുന്നില്ല എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് അപ്പൊ തന്നെ ഉണ്ട് സ്ക്രിപ്റ്റിലുണ്ട് 2 സ്ഥലത്ത്, ഒന്നെങ്കിൽ അവിടെ അല്ലെങ്കിൽ അടുത്ത ഈ വാഗമണിലെ ഒരു ചർച്ച് ഉണ്ട്. ആ ചർച്ച് ഇതും സ്ക്രിപ്റ്റിന്റെ കഥയുടെ ഭാഗമാണ്. ഈ 2 സ്ഥലത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചർച്ചിൽ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ബേഡ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ആ ഒരു വിഷ്വല് നമ്മൾ മനസ്സിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ചർച്ച് വരുമ്പോഴത്തേക്കും ഈവൻ നമുക്ക് അങ്ങനെ ഒരു ചർച്ച് മാത്രമാകാൻ പറ്റില്ല. അതിന്റെ ആ ഇമോഷൻ കിട്ടണമെങ്കിൽ മഴ കാര്യങ്ങൾ എല്ലാം കൂടെ. കാര്യം അതിനോട് മുമ്പ് വരുന്ന ഇൻസിഡൻസിലെല്ലാം മഴ ഇങ്ങനെ ഒരു കഥാപാത്രം തന്നെയാണ്. അങ്ങനെയാണ് ആ ഒരു സീൻ ഇതാവുന്നത്. പിന്നെ കഥ ഡിമാൻഡ് ചെയ്യുന്നതാണ്. അതായത് ചെന്നൈയും കോയമ്പത്തൂരൊക്കെ നിങ്ങൾ പോയി തന്നെ എടുത്ത് വേറെ ലൊക്കേഷൻ നിങ്ങൾക്ക് അത് ഫൈൻഡ് ചെയ്യാൻ പറ്റാണ്ട് ചെന്നൈയിൽ പോയിരുന്നു. പോയ ദിവസം വെള്ളപ്പൊക്കമായിരുന്നു. മൊത്തത്തിൽ അതായത് ചെന്നൈയിൽ ഷൂട്ട് ചെയ്യാൻ പോയ ദിവസം വെള്ളപ്പൊക്കം, മുട്ടപ്പം വെള്ളം. പിന്നെ ചെന്നൈയിലെ കുറച്ച് പോർഷൻസ് നമ്മൾ കോയമ്പത്തൂരിലേക്ക് മാറ്റി. അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ ചെയ്തത്. അതെല്ലാം കഥ ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. അതല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. യെസ്. എന്തായാലും ബ്രോ 2 ദിവസം കൂടെ ഉള്ളൂ. നിങ്ങളുടെ പടം ഗംഭീരമാണ്. സീരിയസ് ഞാൻ ഞാൻ ബ്രോ എത്ര ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഞാനൊരു 10-12 ഓക്കെ. ഞാനൊരു 250 ഓഡീഷൻ അറ്റൻഡ് ചെയ്ത ഒരാളാണ്. സോ എനിക്ക് അതിൻ്റെ ഒരു പെയിൻ അറിയാം. അപ്പം അത്രയും കഷ്ടപ്പെട്ട് കിട്ടുന്നത് എത്രയോ ചുരുക്കം ചില ആളുകൾക്കായിരിക്കും. ബ്രോയുടെ ടീച്ചറുടെ പെർഫോമൻസും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ വർക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾ എത്രയും കഷ്ടപ്പെട്ട് വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. സീരിയസ്ലി ഞാൻ ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കേണ്ടത് നിങ്ങളുടെ പടം ഹിറ്റാവട്ടെ, എല്ലാവരും അറിയട്ടെ. ഞാൻ അത് തന്നെയാണ് ഓഡിയൻസിനോട് പറയുന്നത്. നല്ലൊരു ടീച്ചറാണ്, നിങ്ങൾ ആ പടം കാണണം. നമ്മുടെ ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും. സോ ഹാപ്പി ബ്രോ. താങ്ക് യു സോ മച്ച്.